നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 5:30 മുതൽ വൈകിട്ട് ഒരു 10-10:30 വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ബ്ലോഗിൽ. അതെന്താണെന്നോ അങ്ങനെ എടുക്കാൻ ഒരു കാരണമുണ്ട്, ഞാൻ പറയാം കേട്ടോ. അതിന് ഇടയിൽ കൂടി കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഇതാ ഞാൻ രാവിലെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ജോക്കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരു മോള് ട്യൂഷന് വന്നൊരു മോൾ അവന് കൊടുക്കാൻ വേണ്ടി തന്നതാണ്. പക്ഷെ തന്ന സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു വൈകുന്നേരം. പിറ്റേ ദിവസമാണ് അവള് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് കൊടുക്കാൻ മറന്നുപോയി. എഴുന്നേറ്റ് വന്നിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ദാ ഏകദേശം ഒരു 5:30-5:45 ആയിട്ടുള്ളൂ കേട്ടോ. പ്രാർത്ഥനയും പല്ലുതേപ്പും എല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നതാണ്. മോട്ടർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒച്ചയൊക്കെ നമുക്ക് പുറകിൽ ഇങ്ങനെ കേൾക്കാം. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെ റൊട്ടീനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് 10:30 വരെയുള്ള കാര്യങ്ങളാണെന്ന്. അപ്പൊ എന്താ അങ്ങനെ ഇടാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വ്ളോഗിൽ എല്ലാവരും പറയും ഒന്നെങ്കിൽ മോർണിംഗ് റൊട്ടീൻ മാത്രം കാണിക്കും, അല്ലെങ്കിൽ കുട്ടികൾ വരുന്നത് വരെയുള്ളത് മാത്രം കാണിച്ചിട്ട് ജിഫി നിർത്തും, അല്ലാണ്ട് എന്താണ് മുഴുവൻ കാണിക്കാത്തെന്ന് പലപ്പോഴും കമന്റ്സ് വരാറുണ്ട്. പിന്നെ ട്രാവൽ വ്ളോഗ് ഇടാൻ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാനത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നതാ രാത്രി വരെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് രാവിലെ ലഞ്ചിനുള്ള കാര്യങ്ങളാണ് ആദ്യമേ നോക്കുന്നത്. ഞാൻ അവിയൽ ഉണ്ടാക്കാന്ന് ഓർക്കായിരുന്നു. അവിയലിന്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ലഞ്ച് ബോക്സിൽ കാണിച്ചപ്പോഴത്തേനും. അപ്പൊ ആ സെയിം അവിയലിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ചോറൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വേവിച്ചതാ അടച്ചിടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലികൾ അങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എന്നും ഈ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ബോറടിക്കില്ലേ കാണുന്നവർക്ക്. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ക്യാമറ പിടിച്ച് ആംഗിൾ പിടിച്ച് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഒക്കെ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 1 മണിക്കൂർ 1.25 മണിക്കൂർ പിടിക്കും. പക്ഷെ എന്നാലും എനിക്ക് കാണാൻ ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫാണ്. ചെയ്യാനും എടുക്കാനും ഒക്കെ ഇഷ്ടം എനിക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്നാലും ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ട്രാവൽ വ്ളോഗും അതേപോലെ കൊച്ചു ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പം നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിയലിനുള്ള റെസിപ്പിയാണ് ഈ ചെയ്യണത്. എൻ്റെ കയ്യിൽ ഒത്തിരി പച്ചക്കറി ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം മറ്റേ സാമ്പാറിൻ്റെ കിറ്റിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന 2-3 ക്യാരറ്റും കുറച്ച് പടുവലും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നീളത്തിലരിഞ്ഞ് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് വേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി തേങ്ങ ചിരണ്ടി എടുക്കാമല്ലോ. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടുന്ന സംഗതി നല്ല ബലം പിടിച്ച് നിന്ന് ചിരണ്ടിയാലേ പോരുള്ളൂ എന്ന് കമന്റിൽ പറഞ്ഞു. അത്രയ്ക്കൊന്നും ബലം പിടിക്കണ്ട കേട്ടോ. നമ്മളൊന്ന് സാധാരണ ആ കിച്ചൺ സ്ലാബിൽ ഇങ്ങനെ ചാരി നിൽക്കില്ലേ, അതൊന്ന് ബലം പിടിച്ചാൽ മതി. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോഴും ഒരു പ്രഷർ കൊടുക്കുമല്ലോ, അപ്പം നല്ല അസലായിട്ട് നമുക്കത് ചിരണ്ടി കിട്ടും. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പണിയുടെ ഇടയിൽ കൂടി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഏലക്കയാണ് കേട്ടോ. ഏലക്കയുടെ കുരുവാണ് ഇട്ടത്. തോല് ഞാൻ ഇട്ടില്ല. തോല് ഭയങ്കരമായിട്ട് വേറൊരു കളറായിട്ട് വന്നിരിക്കുന്നു. അപ്പം എനിക്ക് പണ്ടത്തെ ഒരു കമന്റ് ഓർമ്മ വരും, ഏറ്റവും കൂടുതൽ വിഷം അടിച്ചു വരുന്ന സാധനമാണ് ഈ ഏലക്ക. ഈ ഏലക്കയുടെ തൊണ്ടൊക്കെയാണ് ഈ പെണ്ണ് ചായക്കകത്ത് അടിച്ചിടുന്നതെന്ന്. അപ്പം ഞാൻ തൊണ്ട് മാറ്റി. എനിക്ക് ആ കളറ് കണ്ടപ്പോൾ ഒരു പേടി. അപ്പം അങ്ങനെ ഏലക്ക ഇട്ട് നല്ല കട്ടൻ ചായ റെഡി ആവുന്നുണ്ട്. അപ്പം ഇന്ന് കുറേ ജോലികളുള്ള ദിവസമാണ്. കുറേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇരിക്കാൻ പോലും അത്രയും കൂടി എനിക്ക് നേരമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ മോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങൾ, ട്യൂഷനുണ്ട്. അപ്പം എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പോയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ നമുക്ക് ജോലികൾ തീർക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചായ കൂടി അങ്ങ് നടത്താം. അപ്പം അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇച്ചിരി വേപ്പില, പിന്നെ നമ്മുടെ തേങ്ങ, ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അങ്ങ് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. കുറേ അരയണ്ട, ഒന്ന് ഒതുക്കി എടുക്കാം. വെള്ളമൊന്നും അങ്ങനെ കൂടുതൽ ഒഴിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു കയ്യിൽ ചായ, ഒരു കയ്യിൽ മിക്സി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം. അപ്പം തന്നെ നമ്മൾ അവിടെ അങ്ങ് ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാനവിടെ തേങ്ങയൊക്കെ ചിരണ്ടിയത് വീണപ്പോഴത്തേനും നമ്മൾ എപ്പോഴും കിച്ചൺ നമ്മൾ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ അപ്പുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചായയോ തേങ്ങാപ്പീരയോ എന്ത് സാധനം ആയിക്കോട്ടെ എന്തെങ്കിലും വീഴുന്ന കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തുടച്ചു വെച്ചേക്കാം. ഞാനിവിടെ ഏറ്റവും ലാസ്റ്റാണ് കിച്ചൺ അടിക്കുക. അപ്പോൾ എന്തുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ സിങ്കിലേക്ക് തട്ടിയിടും, അല്ലെങ്കിൽ
വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിലത്തേക്ക് തട്ടിയിടും. അപ്പം നമ്മൾ അടിച്ചങ്ങ് പോകുമ്പോൾ അങ്ങോട്ട് പോയിക്കോളും. അപ്പം സ്ലാബ് എപ്പോഴും നല്ല വൃത്തിയിലിരിക്കും. എന്നിട്ട് ഈ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് അതിലേക്ക് ഇട്ട് കുറച്ച് തൈര് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് ഇടാൻ കേട്ടോ. നമ്മൾ തക്കാളി ഇടുന്നുണ്ടെങ്കിൽ തൈര് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങ ഇട്ടാലും മതി. ഈ 2 സാധനങ്ങളും ഇപ്പോൾ തൽക്കാലം ഫ്രിഡ്ജിലില്ല. മാങ്ങ ഞാൻ പിന്നെയാണ് പോയി മേടിച്ചത്. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക, അരപ്പൊന്ന് വേകുന്ന വരെ. അപ്പോഴേക്കും നമുക്ക് വേഗം ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ എന്നോടൊരു ഷോർട്സിൽ ഒരു കുട്ടി ചോദിച്ചു, ഈ സോപ്പ് ഇടാണ്ടാണോ പാത്രം കഴുകുന്നതെന്ന്. നമ്മളില്ലേ ചില പാത്രങ്ങളിൽ കുറേ അഴുക്കൊന്നും ഉണ്ടാവില്ല, ഒന്ന് മൂടി വെക്കാൻ എടുത്തതോ അല്ലെങ്കിൽ ചായ മൂടാൻ എടുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു കുട്ടി പാത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെറുതെ വെള്ളത്തിൽ കഴുകി എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് കുറച്ച് നാളായി ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ അരപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. എനിക്ക് തോന്നുന്നു ഈ അവിയലിൻ്റെ ഒരു ഹൈലൈറ്റ് അതാണ്. നല്ലൊരു നാടൻ രുചി അവിയലിന് കിട്ടുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ പിന്നെ വേറെ ഒരു കറി ഉണ്ടാക്കാന്ന് ഓർത്തപ്പോഴത്തേനും വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഇരിപ്പില്ല. എന്തെങ്കിലുമൊക്കെ ഇനി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ നേരം വെളുത്ത് നന്നായിട്ട് വെട്ടമൊക്കെ വെച്ച് ഇപ്പോൾ ഏകദേശം ഒരു 6-6:30 മണിയായിട്ടുണ്ട്. അന്നക്കുട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ പഠിത്തവും പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വാലയായിട്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു 3-4 പപ്പടം ഇരിപ്പുണ്ട്. അത് ഇച്ചിരി ചമ്മന്തി പോലെ, നമ്മൾ എന്താ പറയുക, പപ്പട ചമ്മന്തി എന്ന് പറയാം, അല്ലെങ്കിൽ പപ്പടം മുളകിട്ടെന്നൊക്കെയാണ് നമ്മൾ എറണാകുളത്തുകാർ പറയാം കേട്ടോ. ഞങ്ങളിവിടെ മുളകിട്ട പപ്പടം എന്നാ പറയാ. അതിനു വേണ്ടി നമ്മളിത് സവാള കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ നമുക്കിത് എടുക്കാം. കുറച്ചധികം ആൾക്കാർക്ക് നമുക്ക് വിളമ്പാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇച്ചിരി ഒരു എരിവും ഉണ്ടാവും, കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പം നമുക്ക് പപ്പടം വേണമെങ്കിൽ കൈ കൊണ്ട് കീറിയിടാം. ഞാനിവിടെ പിള്ളേർക്ക് കാണാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കീറിയല്ല, മുറിച്ച് നീളത്തിലാണ് ഇട്ടത്. ഇത് കുറച്ചും കൂടി നീളത്തിൽ മുറിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ പാത്രത്തിൽ വെച്ച് അടക്കുമ്പോൾ അമങ്ങിപ്പോവും, അതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങ് നീളത്തിലാക്കാതിരുന്നത്. എന്നിട്ട് വറുത്ത് കോരി എടുക്കുക. 2 തവണയായിട്ട് എനിക്ക് വറുത്തിടാനുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇട്ടൊന്നും മൊരിയിച്ചു കൊടുക്കാം. പണ്ടൊക്കെ പനി വരുമ്പോൾ എനിക്ക് ഈ ചുട്ട പപ്പടം തീരെ ഇഷ്ടമല്ലേ. അപ്പൊ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നൊരു സാധനമാണ് പപ്പട ചമ്മന്തി, മുളകിട്ട പപ്പടം. അപ്പൊ ഇതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചാണ്. പലപ്പോഴും ഈ സവാള നന്നായിട്ട് മൊരിയിച്ചിട്ടല്ല നമ്മൾ ഇടുന്നെങ്കിൽ പപ്പടം തണുത്തു പോകും കേട്ടോ. സവാള നല്ല കിരികിരാന്നുള്ള പരുവത്തിലാവണം നമ്മൾ മൊരിയിച്ച് വന്നിട്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും, ഞാനിവിടെ ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളകാണെങ്കിൽ അത് ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും പപ്പടം ഇട്ടിട്ട് നമുക്ക് ആ മുരിവല്ല ആ ഒരു മസാലയില്ലേ, ഉള്ളിയുടെ ആ ഒരു ഇത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഒരു കളർഫുള്ളായിട്ട് ഇരുന്നോട്ടേന്ന് കരുതി കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇച്ചിരി കഞ്ഞി, ഇച്ചിരി അച്ചാറ്, ഈ പപ്പട ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആഹാ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. കാരണം കാര്യമായിട്ട് മാവൊന്നും ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടില്ല. ഇവിടെ എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശ, പുട്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കൊരു വെറൈറ്റി എന്ന പോലെ ഞാൻ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം നമ്മുടെ രാവിലത്തെ പണിയും കുറച്ച് കുറയും. നമുക്ക് കുറേ ജോലികളുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. എന്നാലും പണികളുണ്ടാവും, പക്ഷെ രാവിലത്തെ പണി കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും പൊടിച്ച ചമ്മന്തി അല്ലല്ലോ, നമ്മുടെ കാശ്മീരി അല്ലല്ലോ, വറ്റൽമുളക് പൊടിച്ചതും കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ പൊന്നെ എന്താ പറയാൻ കിട്ടാത്തതെന്നാവോ. അപ്പോൾ അങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് പാൽ ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. പക്ഷെ ഞാൻ പാലൊന്നും ചേർത്തില്ല. പാൽ ഇവിടെ തിളച്ച് വന്ന് ഇരിക്കണ്ടായിരുന്നു, പക്ഷെ ഞാൻ പാലൊന്നും ചേർത്തില്ല. എന്നിട്ട് ഞാൻ നമ്മുടെ ദോശ പാനിലാണ് ചെയ്യുന്നത്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും മതി. എൻ്റെ കയ്യിൽ നെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി നല്ല വലുതാക്കി എടുക്കുക. അതിൻ്റെ മീതേക്ക് നല്ല കുറച്ച് ബ്രെഡ് വെച്ച് കൊടുക്കുക. കുറച്ചല്ല, 2 കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കുക. പക്ഷെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ നന്നായിട്ട് അറിയണം കേട്ടോ. എനിക്കങ്ങനെ വലിയ വശമില്ല, എന്നാലും നമ്മൾ അങ്ങനെ അങ്ങ് ഒപ്പിച്ചെടുക്കും. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും പകുതി വഴിക്ക് നിർത്തിയിട്ടിട്ട് പോവില്ല. നമ്മളിതാ ഒരു വിധത്തിൽ ഒന്ന് പൊതിഞ്ഞു കൂട്ടി എടുത്തിട്ടുണ്ട്. ജോക്കുട്ടന് ഒരു ബ്രെഡ് മതിയെന്ന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെന്താ ഞാനിന്ന് കട്ടൻ ചായ അല്ല പിള്ളേർക്ക് കൊടുത്തത്,
അവർക്ക് പാലാണ്. ഒരാൾക്ക് അപ്പോൾ പാൽ കാപ്പി മതി, ഒരാൾക്ക് അമ്മ പീഡിയാഷൂർ മേടിച്ച് തന്നിട്ടാണ് പോയതെന്ന് ബർത്ത്ഡേക്ക് വന്ന സമയത്തല്ല, നമ്മൾ ക്രിസ്മസിന്റെ വീട്ടിൽ പോയി നിന്നല്ലോ. അപ്പൊ അമ്മ അവനെ പീഡിയാഷൂർ, അവനിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, അപ്പൊ ഇച്ചിരി ഒന്ന് നന്നാവട്ടെ മോനെ എന്ന് പറഞ്ഞ അമ്മ പീഡിയാഷൂർ ഒക്കെ മേടിച്ച് തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അവൾക്ക് പാൽ കാപ്പിയും അവന് അങ്ങനെ ആ പൊടിയിട്ട പാലുമാണ് കൊടുക്കണത്. രണ്ടാൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവന് ഇതിൻ്റെ ഉള്ളിൽ മാഗി ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന യിപ്പി നൂഡിൽസ് ഇല്ലേ, അത് ഉണ്ടാക്കിയിട്ട് ഈ ബ്രെഡിൻ്റെ മുട്ടയുടെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്ന കോമ്പിനേഷനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ദിവസം ഇത് രണ്ടും ഉണ്ടാക്കിയപ്പോൾ അവൻ തന്നെ പോയി തന്നെ വെച്ചിട്ട് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഒന്ന് കഴിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവനായിട്ട് തന്നെ കണ്ടുപിടിച്ചൊരു കോമ്പിനേഷനാണത്. അപ്പോൾ അത് അങ്ങനെ രണ്ടാളും കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഈ ഭയങ്കര തണുപ്പും രണ്ടുപേർക്ക് നല്ല തുമ്മലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രാവിലെ കുളിയില്ല കേട്ടോ. രാവിലെ മേല് കഴുകും രണ്ടാളും, വൈകിട്ട് വന്നിട്ട് കുളിക്കും. അന്നക്കുട്ടിക്ക് ഇപ്പൊ സ്നോഫിലിയുടെ മരുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. തുമ്മൽ വളരെ കുറവുണ്ട് കേട്ടോ, നല്ല മരുന്നാണ്. ഞങ്ങള് കൊച്ചിയിലെ ചുള്ളിക്കല് ഒരു ഡോക്ടറെയാണ് കാണിക്കുന്നത്, ഡോക്ടർ നാജിൽ എന്നാണ് ഡോക്ടറിന്റെ പേര്. നല്ല മരുന്നാണ്, നല്ല ആശ്വാസം ഉണ്ടാകും നമ്മളുടെ ഒരു തുമ്മലിന്. അപ്പൊ അത് രാവിലെ നമ്മുടെ കിച്ചണിൽ ഒരു പ്രതിഭാസമാണ്. ഏകദേശം ഒരു 8 മണിയാകുമ്പോഴത്തേന് നന്നായിട്ട് ഇങ്ങനെ വെയിൽ ഉദിച്ചു വരുമല്ലോ. അപ്പോൾ നമ്മുടെ ലൈറ്റിന്റെ ആ ഒരു വെട്ടവും അടുക്കളയിൽ നിന്ന് വരുന്നൊരു വെട്ടവും കൂടി ക്യാമറയിൽ ഇങ്ങനെ മഴവില്ല് പോലെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണും, ഒരു കോട് പോലെയൊക്കെ കാണും, നല്ല ഭംഗിയാണ്. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു 8-8:30 മണിയായപ്പോഴത്തേനും ഏട്ടൻ പിള്ളേരെ ആക്കാൻ വേണ്ടി പോയി. മക്കള് രണ്ടുപേരും സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാനെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഏട്ടനും കൊടുത്തു, ഏട്ടനും പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയുള്ള പണികളിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒട്ടും തന്നെ ഇരിക്കാൻ നേരമില്ലാത്തൊരു ദിവസമായിരുന്നു. കുറേ പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് നെല്ലിക്കയും മാങ്ങയൊക്കെ മേടിച്ച് തന്നിട്ടാണ് പോയത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നമുക്ക് കുറച്ച് തൈര് ഉണ്ടാക്കി വെക്കണം. തൈരൊക്കെ സ്റ്റോക്ക് തീർന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം തൈരിന് വേണ്ടിയിട്ടുള്ള പാലാണ് അവിടെ കാച്ചി കുറുക്കി വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് തണുക്കട്ടെ കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ചൂടാവുമ്പോഴത്തേനും നമുക്ക് അതൊന്ന് തൈരാക്കി എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ പോകുന്നതിന് മുമ്പ് കുറേ നെല്ലിക്കയും കുറച്ച് മാങ്ങ മേടിച്ചേട്ടന് ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന, ഞങ്ങൾ സ്ഥിരം ഇടയ്ക്ക് പോകുമ്പോൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ പോകുമല്ലോ, അപ്പം ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രഷറാണ്, എന്നാലും കഴിച്ചാൽ നമുക്ക് പ്രഷറിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും തലകറക്കമൊക്കെ വരും. പക്ഷെ എന്നാലും ഇതൊക്കെ കഴിക്കാൻ ഒരു കൊതിയല്ലേ. അപ്പോൾ ഇതാ അങ്ങനെ കുറച്ച് നെല്ലിക്ക മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉപ്പിലിട്ടില്ല കേട്ടോ, കാരണം ഇതെല്ലാം കൂടി ഉപ്പിലിടാനുള്ള പാത്രം നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരു തിന്ന് നമുക്ക് മടുക്കും. അപ്പോൾ കുറച്ച് ഉപ്പിലിടാം, കുറച്ച് നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഇതാ നെല്ലിക്ക കഴുകി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ മാങ്ങ ഞാൻ ചെറിയ മാങ്ങ നോക്കിയാണ് മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് 1 കിലോ മാങ്ങയാണ്, 10 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്ക ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പം അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മൾ രണ്ടും ഇത് പുഴുങ്ങിയിട്ടാണ്, അച്ചാറിടാനാണെങ്കിലും ഉപ്പിലിടാനാണെങ്കിലും പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നെല്ലിക്ക ഞാൻ വലിയ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മാങ്ങ പിന്നെ ഞാൻ വലിയ പാത്രം തപ്പിപ്പോയില്ല, കാരണം 10 എണ്ണമല്ലേ ഉള്ളൂ, ഒന്നും മുങ്ങിക്കിടന്ന് വെന്ത് വരാനുള്ള ഒരു ഇത് മതി. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാന്ന് ഓർത്തിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി മേടിച്ചത്. പക്ഷെ വെളുത്തുള്ളിയുടെ വില ആലോചിച്ചപ്പോഴത്തേന് ഞാൻ ആ പദ്ധതി അങ്ങോട്ട് മാറ്റിയിട്ടോ. അപ്പം എന്നോട് ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ ബാറ്ററിൻ്റെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, മിക്കവർക്കും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ 1/2 കപ്പ് ഉഴുന്ന് മാവിന് ഞാൻ ഏകദേശം 2 കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇട്ട് നമ്മൾ കുതിർത്തി വെച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ആ ഇഡ്ഡലിക്കും ദോശയ്ക്കും അപാര ടേസ്റ്റ് ആയിരിക്കും. നല്ല വൃത്തിയായിട്ട് കഴുകുക, ഒരു 4-5 വട്ടം നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. ചില ഉഴുന്നിലൊക്കെ ഒച്ച ഉണ്ടാവും കേട്ടോ, എനിക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ട് ഉഴുന്ന് മേടിക്കുമ്പോൾ ഒച്ച. അപ്പം ഞാൻ ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കും. അപ്പം അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മാങ്ങ പയ്യൊന്ന് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. ഇത് പൊട്ടിപ്പോകരുത്, പൊട്ടിപ്പോയാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു രുചി ഉണ്ടാവില്ല. അതിങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതേപോലെ കളറും ഒന്ന് മാറി വരണം. അത് തന്നെയാണ് ഇപ്പുറത്തും നമ്മുടെ നെല്ലിക്ക
ഓവറായിട്ട് വെന്തു പോകരുത്, എന്നാൽ കല്ലച്ചുരിക്കരുത്. പയ്യെ ഒന്ന് കളറ് മാറി ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ എന്താ ആ വെള്ളം കളയാൻ വേണ്ടി നമ്മുടെ ഊറ്റുപാത്രം സിങ്കിലിട്ടിട്ട് പൈപ്പ് തുറന്നിട്ടു. ഇനി തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ അഴുക്ക് വെള്ളം പോകുന്ന ഓവല്ലല്ലോ, കുഴലില്ലേ, അതിനൊന്നും പറ്റരുതല്ലോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ടാപ്പ് വാട്ടർ തുറന്നു വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഈ തിളച്ച വടിയുള്ള വെള്ളവും മാങ്ങയും കൂടി അതിലേക്ക് ഇട്ടത്. അപ്പൊ ഇതൊന്ന് ഒരു പുഴുങ്ങിയ മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, പയ്യെ ഒന്ന് വേവിച്ച മാങ്ങ. അത് മാറ്റി അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലിക്കയെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിരുന്നു, നോക്കിയാണ് ഞാൻ ഇട്ടത്. എനിക്ക് തീയിലും അതേപോലെ അതിലും കൂടുതൽ തിളച്ച വെള്ളത്തിലും കളിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിലിടാൻ ഉപ്പുവെള്ളം വേണമല്ലോ. അപ്പം ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 പിടി കല്ലുപ്പാണ് കേട്ടോ. എനിക്കെല്ലാം കൈക്കണക്കാണ്, എനിക്കതാണ് എളുപ്പം. അപ്പം അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് ഇത് ആറി വരണം. അപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഇതുണ്ടാക്കിയപ്പോൾ നമ്മൾ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയല്ലോ, പാച്ചോറ്, അതിൻ്റെ കുറച്ച് ശർക്കര ഉരുക്കിയത് ബാക്കിയുണ്ട്. അപ്പം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് തേങ്ങാപ്പീര അതിലേക്ക് ഇട്ട്, കുറച്ച് ഏലക്ക ഇട്ട്, ഇനി ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേങ്ങ വിളയിച്ചെടുക്കുക. ശർക്കരയിൽ നന്നായിട്ട് കുറച്ചധികം നേരം ഇരുന്നോട്ടെ, എന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം. നമ്മൾ ഈ ഇട്ട പാടെ തന്നെ പൊക്കി എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ആ തേങ്ങയിലെ വെള്ളവും പോയിട്ടുണ്ടാവില്ല, ആ ഒരു വേറൊരു പച്ച ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും, തേങ്ങയായിട്ട് കിടക്കും. നന്നായിട്ടൊന്ന് വരണ്ട് വന്ന് ആ ശർക്കരയുടെ ആ ഒരു പതുപതുപ്പൊക്കെ ഒന്ന് കുറയുമ്പോഴത്തേനും നമുക്ക് ഇറക്കി വെക്കാം. അപ്പൊ ഇറക്കി അത് അവിടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു പലഹാരത്തിനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നെല്ലിക്ക ഇവിടെ നന്നായിട്ടൊന്ന് വെന്തു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ടല്ല, കൈ കൊണ്ടൊന്ന് ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇതള് പോലെ വിട്ട് കിട്ടണം. ഇത് അച്ചാറിനാണ് കേട്ടോ. ഞാൻ പകുതി നെല്ലിക്ക ഉപ്പിലിടാനും പകുതി നെല്ലിക്ക അച്ചാറിനുമാണ്. നമ്മൾ നെല്ലിക്ക മുഴുവത്തപ്പാടെ വേണമെങ്കിൽ അച്ചാറിടാം, പക്ഷെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി കഴിക്കില്ലല്ലോ, എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്യണത്. ഇവിടെ കഴിക്കും, പിള്ളേർ കഴിക്കും, പക്ഷെ എന്നാലും അത്രയൊന്നും വാരി തിന്നേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം മുളകും എല്ലാം വിനാഗിരിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം. അപ്പം അത്രയും ക്വാണ്ടിറ്റി കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ വെറുതെ കളയാൻ വേണം. കഴിക്കാതിരിക്കില്ല, കഴിക്കും. നെല്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഉടച്ചുടച്ച് ഒരു 6 or 8 കഷ്ണങ്ങളൊക്കെ ആക്കി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാക്കി അച്ചാറിൻ്റെ പരിപാടിയാണ് കേട്ടോ. കുറച്ച് കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക. ഇവിടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പതയൊന്ന് അടങ്ങുന്ന വരേക്ക് ഇങ്ങനെ ഇളക്കി മൊരിയിച്ചു കൊടുക്കുക. ഞാൻ പച്ചമുളക് ചതച്ചിട്ടില്ല കേട്ടോ, പച്ചമുളക് അരിഞ്ഞിട്ടത്, സോറി. അപ്പം അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പതയൊന്ന് ഒരുവിധം അടങ്ങുന്നത് വരേക്കും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കുറേ പോകുമ്പോൾ തന്നെ നമുക്ക് അച്ചാർ കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേനും പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ പൊടി, കായത്തിൻ്റെ പൊടി ഇട്ട അടിപൊളിയാണ്. കുറച്ച് ഉലുവ വേണമെങ്കിൽ പൊടിച്ചിട്ടാലും ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഉലുവ ആദ്യമേ ഇട്ടത് കൊണ്ട് പിന്നെ ഉലുവാപ്പൊടി വേറെ ഇട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, ആറിയ തിളച്ച വെള്ളമില്ലേ, തിളച്ച വെള്ളമല്ല, തിളച്ച വെള്ളം ആറിയിട്ടുള്ള വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. ചാറ് അധികം വേണമെങ്കിൽ, പക്ഷെ അത് ചാറ് അധികമായിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്കിങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് അച്ചാർ നമ്മുടെ നെല്ലിക്ക അങ്ങടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗ്രേവിയിൽ അങ്ങ് പുരട്ടിയെടുക്കുക. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ഇച്ചിരി ഇത് വേണം തോന്നിയപ്പോൾ കുറച്ചും കൂടി വിനാഗിരി ഞാൻ മേലെ തൂക്കി കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തണുക്കുമ്പോൾ നമുക്കിത് ടിന്നിലാക്കാം. നമുക്കിത് പിള്ളേർക്ക് പലഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ പണികളുണ്ടായിരുന്ന ദിവസമാണ്. അച്ചാറിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പലഹാരത്തിൻ്റെ പണിയിലേക്ക് കയറി. അപ്പോൾ പൊടിയിൽ ഉപ്പിട്ട ശേഷം ഞാൻ ഇടിയപ്പപ്പൊടിയാണ് എടുത്തേക്കണത്. ഇടിയപ്പം ഉണ്ടാക്കാനല്ല, നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനാണ്. അതിലേക്ക് തിളച്ച വെള്ളം ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കാറില്ല കേട്ടോ, പൊടിയിലേക്കാണ്
ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൂട്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു വലിയ ചട്ടകം കൊണ്ട് ഇളക്കി കൂട്ടും. എന്നിട്ട് അവിടെ അടച്ചു വെച്ചേക്കാം. അപ്പം നമ്മുടെ ശർക്കര വിളയിച്ചതും ഇതും കൂടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇത് കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ ഇവിടെ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കാന്താരി ഉപ്പിലിട്ടത്. ഏട്ടൻ എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കാന്താരി അങ്ങനെ ഡയറക്റ്റ് കഴിക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ നെല്ലിക്കയിലിട്ട് കഴിക്കുന്നതാണല്ലോ. അപ്പം ആദ്യം ഞാൻ ഓർത്തത് ഈ ഒരു കുപ്പിയിൽ ഈ ഫുൾ നെല്ലിക്ക കൊള്ളും എന്നാണ്. കൊള്ളും, പക്ഷെ അമങ്ങിപ്പോവും ഭയങ്കരമായിട്ട്. ഇങ്ങനെ പൊങ്ങിയൊന്നും കിടക്കത്തില്ല. നമ്മൾ ഈ കടകളിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാന്താരി താഴെ, വെള്ളം താഴെ, കാന്താരി, പിന്നെ നെല്ലിക്ക, അങ്ങനെയാണല്ലോ കിടക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു പരുവത്തിൽ കാണാനാണ് ഇഷ്ടം. ഒറ്റ കുപ്പിയിൽ നടക്കില്ല എന്നായപ്പോഴത്തേനും ഞാൻ രണ്ട് കുപ്പിയിലാക്കി. അല്ല, ആ ഒന്ന് ഉള്ളത് 2 കുപ്പിയിലേക്ക് ആക്കി. അപ്പോൾ കാന്താരി, നെല്ലിക്കയും ആ തിളപ്പിച്ചാറ്റിയ ഉപ്പിൻ്റെ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അവിടെ ആക്കി വെച്ചിട്ട് നമുക്കിതൊരു 2 ആഴ്ച കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മാങ്ങ ഉപ്പിലിടണ്ടേ. മാങ്ങ ഉപ്പിലിടാൻ ഭരണി കഴുകിയതൊന്നുമില്ല. ഞാൻ അതിനകത്ത് കല്ലുപ്പ് നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഭരണിയാണ്. കൂടുതൽ വൃത്തിയാക്കി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉപ്പ് തന്നെയാണല്ലോ ഇതിലേക്കും ചേർക്കുന്നത്. ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളകൊന്ന് അരിഞ്ഞിടുക. പിന്നെ നമ്മൾ പുഴുങ്ങിയ മാങ്ങ നന്നായിട്ട് വെള്ളം പോയ ശേഷം നനവൊന്നുമില്ലാത്ത കൈ കൊണ്ട് വേണം പിടിച്ചിടാനായിട്ട്. അപ്പോൾ നമ്മൾ ആ മാങ്ങ അതിലേക്ക് ഇട്ട ശേഷം തിളപ്പിച്ചാറിയ ആ ഉപ്പിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ എരിവിന് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ കാന്താരി മുളകിട്ട് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മേലെയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ വിനാഗിരി ഇട്ടില്ല, കാന്താരി ഇട്ടില്ല. വിനാഗിരിയും കാന്താരി ഇട്ടത് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതിലാണ്. ഇതിൽ ഞാൻ ഉപ്പുവെള്ളം മാത്രം, ഉപ്പ് പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ മാങ്ങ, ഇത്രയാണ് ഇട്ടത്. അപ്പോൾ ഉപ്പുമാങ്ങ റെഡി ആയിട്ടുണ്ട്. റെഡിയായി വരാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഉപ്പിലിട്ട നെല്ലിക്കയും റെഡിയായി വരാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമ്മുടെ അച്ചാറായിട്ടുണ്ട്. തൈരിന് വേണ്ടിയിട്ടുള്ള പാല് നമ്മളവിടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് നമുക്കിനി തൈരാക്കി മാറ്റാനുള്ള പ്രോസസ്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു കുഞ്ഞ് ചൂടുണ്ടാവണം കേട്ടോ പാലിന്. എന്നാലേ ആ ഒരു കറക്റ്റ് ഒരു കട്ടിയിൽ ഇങ്ങനെ നമുക്ക് തൈര് കിട്ടത്തുള്ളൂ. ഒരു കുഞ്ഞു ചൂട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചൂട്, വലിയ തിളച്ച ചൂടൊന്നുമല്ല, കുഞ്ഞു ചൂട് കേട്ടോ. അതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ തൈര് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടി ഒരു പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റിന് ഒരു ഫ്ലേവറിന് കുറച്ച് വേപ്പല ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല സൂപ്പർ തൈരായിരിക്കും കേട്ടോ. നമ്മൾ വെറുതെ തൈര് ഒഴിച്ച് വെച്ചാലും നമുക്ക് തൈര് കിട്ടും. പക്ഷെ കുറച്ച് വേപ്പലയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈരില്ലേ, ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ പതിവ് പ്രോസസ്സാണ് പാത്രം കഴുകുക എന്നുള്ളത്. അപ്പം ഇത്രയും പണികളായപ്പോൾ തന്നെ കിച്ചൺ ഒന്ന് കുളമായിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം നമുക്ക് അതൊന്ന് ഒതുക്കാം. നമ്മൾ എല്ലാം കഴിഞ്ഞ് സ്ലാബിൻ്റെ കൗണ്ടർ ടോപ്പ് ഒതുക്കാമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കഴുകിയതും കഴുകാത്തതായിട്ടുള്ള പാത്രങ്ങളും ഒരു കുന്ന സാധനങ്ങളായിരിക്കും. നമുക്ക് എന്താ പറയുക, എന്തോ ഒരു ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിപാടി നടക്കുന്ന വീട്ടിലെ തിരക്കായിരിക്കും നമ്മുടെ അടുക്കളയിൽ. നമ്മൾ ഒരാളുണ്ടാവുള്ളൂ, പക്ഷെ അത്രയും ജോലികളുണ്ടല്ലോ. അപ്പം അതെടുത്ത് ഇവിടെ വെച്ച്, ഇതെടുത്ത് അപ്പുറത്ത് വെച്ച്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ മേശയുടെ ആ വലുപ്പിൻ്റെ പലക നേരെ വന്നെൻ്റെ കാലിലേക്ക് വീണു. അയ്യോ, ഒന്നും പറയണ്ട. കുറേ നേരത്തേക്ക് കണ്ണും കണ്ടുകൂടാ, തലയും കേട്ടുകൂടാ, ചെവിയും കേട്ടുകൂടാ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞാനതെടുത്ത് ആദ്യം വെച്ചപ്പോഴേക്കും ഇരിക്കുന്നുണ്ടായില്ല. പിന്നെ ഞാൻ വലിച്ച് വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി, അതിനൊരു ലോക്ക് പോലെ ഉണ്ട്, അതിലിരുന്നാൽ പിന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെ തട്ടി വെച്ചിട്ടിരുന്നു. കുറേ നേരത്തേക്ക് എനിക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. കുത്തി നടക്കുമ്പോൾ ഇങ്ങനെ ഉള്ളംകാലിൻ്റെ അടി ഞാൻ ഓർത്ത് തന്നെ എല്ല് പൊട്ടിയെന്ന് ഓർത്തു. പലക കഷ്ണമാണല്ലോ. പിന്നെ ഞാൻ പയ്യെ ബാമ കിട്ടുന്ന തടകി ആ ഉപ്പ് വെള്ളം തിളച്ചതെടുത്ത് കുറച്ചെടുത്ത് കാലിലോട്ട് ഒഴിച്ചു. വേദന സഹിക്കാൻ പറ്റാന്നിട്ടേ ആരും ഇല്ലല്ലോ വീട്ടിൽ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഇടയ്ക്കിടക്ക് പാട്ടും ഇങ്ങനെ വണ്ടി വരുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വ്ളോഗാണിത്. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ക്ലീനാക്കി ഒരുവിധം വെച്ചിട്ടുണ്ട്. എന്നാലും പണികൾ ഇനിയും ബാക്കിയാണ്. അപ്പം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ആനയ്ക്ക് നമ്മൾ ഉരുള കൊടുക്കില്ലേ, അന്ത പരുവത്തിലാക്കി കൊഴുക്കട്ടയുടെ മാവ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കൊരു അതിബുദ്ധി തോന്നി, സത്യം പറയാം കേട്ടോ. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ബുദ്ധിക്ക് നല്ല വൃത്തിക്ക് കാര്യങ്ങൾ കിട്ടുന്ന കരുതിയിട്ടാണ് ചെയ്തത്. എന്നാൽ ഒരു ദിവസം ഒന്ന് നമ്മൾ കയറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മണ്ടത്തരം പറ്റില്ല. മണ്ടത്തരം പറ്റിയെന്നല്ല, അങ്ങനെ ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുമായിരുന്നു നമ്മുടെ കൊഴുക്കട്ട. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ ഓരോ കുഴിയിലും ഇങ്ങനെ
കൊഴുക്കട്ട ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മുട്ടാണ്ട് നല്ല ഭംഗിയിൽ നല്ല താറാമുട്ട പുഴുങ്ങിയ പോലെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ ആക്കിയെടുത്തത്. അപ്പോൾ ഇതാ മാവൊക്കെ തേച്ച് കൂട്ടി ഇങ്ങനെ ഓരോ ബോളാക്കി, ബോള് പിന്നെ ഇങ്ങനെ ഉള്ളിലുള്ളൊരു കുഴിയാക്കി, കുഴിക്കകത്ത് ഇങ്ങനെ നമ്മൾ മധുരമൊക്കെ വെച്ച് അത് വീണ്ടും നമ്മൾ ഉരുട്ടി ബോളാക്കി ഞാൻ എന്താ ഇഡ്ഡലിത്തട്ടിൻ്റെ കുഴിയിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി അതിലിങ്ങനെ നമുക്ക് 6 കുഴിയുടെ തട്ടാണല്ലോ ഇഡ്ഡലി പാത്രം. അപ്പം അങ്ങനെ 12 എണ്ണം ഏകദേശം ഉണ്ടാക്കാന്നുള്ളൊരു കണക്കിലാണ് ഞാൻ അതെല്ലാം ചെയ്തത്. അപ്പോൾ 2 തട്ടിലും ഇതേപോലെ ഇങ്ങനെ ആക്കി കറക്റ്റ് 12 ഇഡ്ഡലിയെന്ന് 12 കൊഴുക്കട്ടയ്ക്കുള്ള മാവും അതേപോലെ തന്നെ ശർക്കര ആ ഒരു വിളയിച്ചതും തേങ്ങ വിളയിച്ചതുമാണ് നമുക്കുണ്ടായിരുന്നത്. എന്തോ കറക്റ്റ് കണക്കായിരുന്നു. പക്ഷെ കണക്ക് തെറ്റിപ്പോയത് ഇപ്പുറത്താണ്. നമ്മൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ തട്ടിലെ കൊഴുക്കട്ടയ്ക്ക് അത്ര വലിപ്പം ഉണ്ടല്ലോ. അപ്പം അത്ര വലിപ്പത്തിൽ വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ശരിയായേനെ. പക്ഷെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മേളിലത്തത് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും താഴത്തതൊന്ന് അമങ്ങിപ്പോയി, പൊട്ടിപ്പോയി എന്ന് വെച്ചാൽ ഭയങ്കര ചന്നം പിന്നം എന്നല്ല, കുറച്ചൊന്ന് പൊട്ടിപ്പോയി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാൽ ഏതെങ്കിലും ഒരു കൊഴുക്കട്ടയ്ക്ക് ഇച്ചിരി കുറച്ചൊന്ന് ഇതായി പോകുമല്ലോ. പക്ഷെ താഴ്ത്തത് എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. 2 പ്രാവശ്യമായിട്ട് വേവിച്ചെടുത്താൽ മതി എന്ന് ഓർത്തുപോയി. അപ്പോൾ ഈ കൊഴുക്കട്ടയൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഉച്ചയ്ക്കത്തെ ഊണൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി അവിയലും പപ്പട ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. പക്ഷേ താഴ്ത്തത് തട്ടിങ്ങനെ വന്നപ്പോഴത്തേനും എനിക്കൊരു വിഷമം പോലെ തോന്നിപ്പോയി. പിന്നെ കരുതി സാരിടതെല്ലാം ഓടിച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്, എനിക്കത് ഭംഗിയിൽ കിട്ടണം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെയുള്ള സമയത്ത് പറയും വൃത്തിയിലുണ്ടാക്കണം, ഭംഗിക്ക് ഉണ്ടാക്കണം. പിന്നെ എന്തിനാ വെറുതെ നമ്മൾ പുട്ടൊക്കെ വാരി ചുടുന്ന പോലെ അല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ അങ്ങനെ ഫ്ലോപ്പായി പോകുമ്പോൾ സങ്കടം തോന്നും. ഇതിപ്പോൾ ടേസ്റ്റിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ഞാൻ പറഞ്ഞ പോലെ താറാമുട്ട ഒഴുകിയ ഒരു ഭംഗിയിൽ വന്നില്ലല്ലോ. ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. മനുവേട്ടന് ഈ പൊട്ടിയ കൊഴുക്കട്ടയാണ് ഇഷ്ടം. മനുവേട്ടൻ പറഞ്ഞ പിള്ളേർക്ക് അങ്ങനെയല്ല, പിള്ളേർക്ക് പൊട്ടാത്തത് ഭംഗിയുള്ളത് വേണം. പക്ഷെ ഏട്ടൻ പറഞ്ഞു എനിക്ക് പൊട്ടിയത് മതി, ഞാൻ കഴിച്ചോളാം. പാവം അതും കൂട്ടിയാണ് വൈകുന്നേരം ചായ കുടിച്ചത്. അപ്പം ഞാൻ എന്താ നമ്മുടെ അച്ചാറ് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാറ്, തൈര്, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, പണിയെടുത്ത് എൻ്റെ നടുവൊടിഞ്ഞ ദിവസമായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് സ്ലാബിൻ്റെ അടിയിലേക്ക് വെച്ചു കേട്ടോ. കാരണം മേലെ ഇതിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനും സൗകര്യക്കുറവാണ്. പിന്നെ എനിക്കത് എടുക്കാനുള്ള ടെൻഡൻസി വരും. ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോഴത്തേനും ഇച്ചിരി എടുത്താലോ എന്ന് തോന്നും. പക്ഷെ അച്ചാറ് പിന്നെ ഞാൻ അന്ന് രാത്രി തന്നെ എടുത്തു. എനിക്ക് അച്ചാറ് കണ്ടിട്ട് എനിക്ക് വെളിവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാത്രി എടുത്തു. പിന്നെ നമുക്ക് രാത്രി കഞ്ഞിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇച്ചിരി അച്ചാറില്ലാണ്ട് എന്തോന്ന് കഞ്ഞി. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് അച്ചാറ് രാത്രി നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഞാൻ പോയതാ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് വന്നു. അടുക്കളയിൽ വന്നപ്പോഴത്തേനും അവൻ കൊഴുക്കട്ട കണ്ടപ്പോൾ അവന് സന്തോഷമായിട്ടോ. അവന് ഇഷ്ടമാണ് കൊഴുക്കട്ട. അവന് ഇങ്ങനെയുള്ള പിടി, കൊഴുക്കട്ട അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അന്നമോള് ഞാൻ പോയിക്കോട്ടെ വീഡിയോ എടുക്കണം, ഞാൻ പോയിക്കോ പൊന്നെ. അപ്പം അവള് ഉച്ചയ്ക്ക് സ്കൂളിൽ ലഞ്ചിന് കൊണ്ടുപോയ പാത്രങ്ങൾ അവളുടെയും അവനാ കഴുകുക. ഈ മടിയൻ ഒരിടക്ക് വരെ പാത്രം എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് മടിയാ. അവനിപ്പോൾ വന്ന പാടെ അടുക്കളയിൽ എൻ്റെ വാലത്തൂക്കി പൂരും. അവള് തന്നെയാണ് പാവം കൊച്ച് പാത്രം എടുക്കണത്. ഇനി അവൻ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടെടുക്കണം. കാരണം എല്ലാം ചെയ്തു തരാൻ ആളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊതുവെ ആമ്പിള്ളേർക്ക് ഒരു മടി വരും. പക്ഷെ ആ മടി നമ്മൾ അനുവദിച്ചു കൊടുക്കരുതല്ലോ. അപ്പൊ അത് പയ്യെ ഞാൻ എന്തായാലും മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനും മക്കളും കൂടി ഇരുന്ന് കൊഴുക്കട്ടയും നല്ല ചായയൊക്കെ കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ് കേട്ടോ എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ അന്നമോളെ ഡാൻസ് ക്ലാസ്സിൽ പോയി. എൻ്റെ ട്യൂഷനെല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമുക്ക് രാത്രിത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിയാണെന്ന്. ഇപ്പോൾ ഈ ജോക്കുട്ടിന് വൈകുന്നേരം വന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. കുറച്ചു നേരം ടി വി വയ്ക്കും, പിന്നെ അവിടെ തന്നെ ഇരുന്ന് സെറ്റി പുറത്ത് കിടന്നവൻ ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ ചീര തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാൻ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. നമ്മൾ ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളിക്ക് എന്താ വില. മഞ്ഞപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേപ്പില ഇടാൻ മറന്നു എന്ന് തോന്നുന്നു. വേപ്പില ഇട്ടില്ലടാ. അതിലേക്ക് ഫസ്റ്റ് ചീരയുടെ തണ്ടാണ് ഞാൻ ഇട്ടത്. കാരണം ചീരത്തണ്ടിന് കുറച്ചുകൂടി വേവുണ്ട്. ഒന്നിച്ചിട്ടാലും വേഗം. പക്ഷെ എന്നാലും ഞാൻ ചീരത്തണ്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോട്ടെ എന്ന് കരുതി ആദ്യം ഒന്ന് ചീരത്തണ്ട് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു. തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷമാണ് ചീര ഇട്ടത്. അപ്പൊ ഇത്രയും ചീരക്ക് ഇത്രയും ഈ ചെറിയ പാത്രം മതിയോ? മതി കേട്ടോ. കാരണം ചീരയൊക്കെ ഒരു ആവി കയറുമ്പത്തിന് ഷൂന്ന് പറഞ്ഞങ്ങ് ചുരുങ്ങും. അപ്പൊ നമുക്ക് അത്രയ്ക്ക് വലിയൊരു പാത്രമൊന്നും വേണ്ട. ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ അത്രയും ചീര കൊണ്ടോളൂ.
ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ മേളിൽ ഇടികല്ലെടുത്ത് വെക്കും. നമ്മുടെ കുഴി ആ കുഴിയുള്ള കല്ലില്ലേ, ഇടിക്കുന്ന കല്ല്, അതെടുത്ത് വെക്കും. ഞാൻ വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ തോരൻ അവിടെ ആവട്ടെ. അപ്പം ഞാനിന്ന് ഇതാ വൈകിട്ടത്തേക്ക് കഞ്ഞിയാണ് ആക്കുന്നത്. കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറിട്ട കഞ്ഞി കേട്ടോ. അപ്പോൾ ആദ്യം എന്താ കുറച്ച് അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് അരി മതി നമുക്ക് രാത്രിത്തേക്ക്. അപ്പുറത്തേക്കും കൂടി കൊടുക്കണം. അപ്പോൾ അതിന് 2 ഗ്ലാസ് ധാരാളമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. കൂടുതൽ ചറപറ വിസിലൊന്നും കേൾക്കണ്ട, ഒറ്റ വിസിൽ കേൾക്കട്ടെ. അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോഴേക്കും ഇപ്പുറത്ത് കണ്ട ചീര ഞാൻ പറഞ്ഞില്ലേ, ഒരു ആവി കയറുമ്പോൾ തന്നെ അത് ചൂന്ന് പറഞ്ഞങ്ങ് ചുരുങ്ങും. പിന്നെ നമ്മളത് ഇളക്കി കൂട്ടി അതിൻ്റെ ആ ഒരു നനവിൻ്റെ ഒരു ഇത് പോകുന്ന വരേക്ക് ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഉതിരുതിരായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഈ തേങ്ങയെന്നുള്ള ആ ഒരു ഇതൊക്കെ ചെല്ലുമ്പോഴത്തേനും ഒട്ടിപ്പിടിച്ചൊന്നും അങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ അത് സന്ധ്യയായി, ഇരുട്ടായി. അങ്ങനെ ഞാൻ ജനലൊക്കെ അടക്കാണ്. ഇനി ജനൽ ഒരു നേരത്ത് ഒരു 7:30 വരെയൊക്കെ തുറന്നിട്ട കൊതുകിൻ്റെ കളിയായിരിക്കും. അപ്പോൾ ആ നേരം നോക്കി നമ്മൾ ജനലങ്ങ് അടച്ചിട്ട കൊതുകൊന്നും കയറത്തില്ല കേട്ടോ. അങ്ങനെ വലിയ കൊതുകില്ല. കൊച്ചിയിൽ അത്രയും കൊതുകില്ല കേട്ടോ. കൊച്ചിയിൽ ഭയങ്കര കൊതുക. അതിൻ്റെ അത്രയില്ല. പക്ഷെ എന്നാലും ചില സമയങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള പറമ്പുകളൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേനും കുറേ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ആ നേരത്തൊന്ന് അടച്ചിട്ടാൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് ട്യൂഷൻ്റെ സമയമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ നേരത്തങ്ങ് ജനലടയ്ക്കാം, വാതിൽ ചിലപ്പോഴേ അടയ്ക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ ഒറ്റ വിസിൽ നമ്മുടെ ചോറ് ഒരു പാതി ആയിട്ടുണ്ട്. പാതിയല്ല, 3/4 വേവായിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടും കൂടി ഒരൊറ്റ വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പയറ് കഞ്ഞി റെഡിയാവും. വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ചിരണ്ടിയിടാം, ജീരകം ഇടാം. ഇനി അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഞാൻ വയ്യാണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ദാ കഞ്ഞിയിലും പയറിലും 1 2 വിസലിൽ കാര്യം അങ്ങോട്ട് ഒതുക്കിയിട്ടോ. പിന്നെ ദാ നമ്മുടെ ചീരത്തോരൻ, അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയപ്പോഴത്തേനും നല്ല ഉതിരുതിരായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ശരിക്കും പറഞ്ഞാൽ കുറേ വിഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് ഊപ്പാട് വരും. എന്നാലും എന്താ, ഇന്ന് ഇത്രയും ജോലികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒതുക്കിയത്. രാത്രിത്തെ ഡിന്നർ ഞാൻ എന്താ കഞ്ഞിയിൽ അങ്ങനെ അങ്ങ് ആക്കിയത്. പക്ഷെ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, സാധാരണ എന്നും എടുക്കുന്ന പോലെ അത്രയും ചെറിയ വ്ളോഗല്ല, 34-33 മിനിറ്റിൻ്റെ വ്ളോഗായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് എല്ലാം ഒതുക്കി എന്നെല്ലാം ചെയ്തു എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വ്ളോഗ് എടുത്ത് തീർത്തത്. പിന്നെ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ തീർക്കാണ്ടും പറ്റില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കേട്ടോ കഞ്ഞി കുടിക്കുക. ഇന്ന് വിഭവങ്ങൾ കുറവാണ്, അതുകൊണ്ട് മേശപ്പുറത്ത് സ്ഥലമുണ്ട്. അപ്പോൾ രാത്രിത്തെ കഞ്ഞിയോടി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പിള്ളേരൊക്കെ പല്ലൊക്കെ തേച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ രാത്രിത്തേക്കല്ല, പിറ്റേ ദിവസം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവ് ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായല്ലോ, മാവിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൻ്റെ മൂടിയിൽ നിറച്ച് ഏകദേശം ഒരു കപ്പ് ചോറാണ് കേട്ടോ അത് എൻ്റെ ഒരളവിൽ. അപ്പം അങ്ങനെ മിക്സിയിൽ നമ്മളത് അരച്ചെടുക്കുന്നുണ്ട്. ദോശയ്ക്കുള്ള മാവ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം ഇഡ്ഡലിയാണോ ഉണ്ടാക്കിയത്. ദോശ ഞാൻ വൈകിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള മാവും കൂടി അടിച്ച് വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ഒന്ന് തുടച്ച ശേഷമാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് പോവുക. അപ്പോൾ ഫുൾ പണികൾ തീർത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഭ്രാന്ത് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സിയൊക്കെ എടുത്ത് തിരിച്ച് വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് മാവൊക്കെ സ്ഥാനത്ത് വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷം അടുക്കളയിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇതാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എൻ്റെ ഒരു റൊട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, ക്ഷമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്